ചെറുപ്പത്തിൽ വീടിൻ്റെ മേളിൽ കൂടി വിമാനം പോകുമ്പോൾ വായും പൊളിച്ച് നോക്കി നിൽക്കും പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുകളിൽ കൂടി ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് പോണ കാണുമ്പോൾ എന്താ ഒരു സന്തോഷം. യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ നമുക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. കറിവേപ്പില വെച്ചിരുന്ന എൻ്റെ ചട്ടിയിൽ അനധികൃതമായി കയറി ആ ചെടി നശിപ്പിച്ച് അതിൽ 2 മുട്ടയിട്ട് അതിനടയിരിക്കുന്ന ഒരു പ്രാവമ്മ. എൻ്റെ കറിവേപ്പില നശിപ്പിച്ചതിൽ എനിക്ക് വൻ പ്രതിഷേധം ഉണ്ടെങ്കിലും ഈ ഇൻ്റർസെപ്ഷൻ്റെ പണ്ടാറ ഒച്ച കേട്ട് ചുറ്റിനുള്ള പ്രാവുകളും കിളികളും ഒക്കെ പേടിച്ച് ഇവള് മാത്രം പേടിച്ച് പറക്കാനും വയ്യ പറക്കാതിരിക്കാനും വയ്യാത്ത പോലെ ആ മുട്ടകളെയും കാത്ത് അങ്ങനെ ഇരിക്കും. അത് കാണുമ്പോൾ ഞാൻ അങ്ങ് ക്ഷമിക്കും. പിന്നെ യുദ്ധം നമ്മൾ മനുഷ്യന്മാരെ മാത്രമല്ല, ഈ പ്രാവമ്മേനെയും ആ മുട്ടേൻ്റെ അകത്തുള്ള കുഞ്ഞുങ്ങളെയും അങ്ങനെ ജീവനുള്ള എല്ലാത്തിനെയും തന്നെ ബാധിക്കുന്നുണ്ടല്ലേ. നമ്മൾ ഈ പ്രകൃതിനെയും ലോകത്തിനെയും ഒക്കെ നന്നാക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് സ്ട്രോ മാറ്റി പേപ്പർ സ്ട്രോയിൽ ജ്യൂസ് കുടിച്ചിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നണില്ല. ഞാൻ ഓർക്കായിരുന്നു നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ അവരുടെ ചെറുപ്പത്തിലെ സാഹസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ പറഞ്ഞു തന്ന പോലെ നമുക്ക് നമ്മുടെ പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്തോ ഒരു സാധനങ്ങളല്ലേ. 2018 വെള്ളപ്പൊക്കം തൊട്ട് തുടങ്ങിയതാ. പിന്നെ കൊറോണയായി, ലോക്ക്ഡൗൺ ആയി, ChatGPT ഇല്ലാണ്ട് പഠിച്ച് പാസ്സായ കഥയായി, യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് പണിക്ക് പോയത്, അങ്ങനെ സംഭവം തന്നെ നമ്മൾ. എന്തായാലും എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ.